എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇന്ന് നികേഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പൊ രാവിലെ എന്താ നമ്മള് അമ്പലത്തിൽ പോവാണ് രാവിലെ തന്നെ അല്ലേ? അതെ, എനിക്ക് പിറന്നാളെന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പൊ രാവിലെ ആയപ്പോ എന്റെ ഓർക്കത്തില് കെട്ടിപ്പിടിച്ചിട്ട് സോനു ഉമ്മ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു. അപ്പോഴാണ് ഞാൻ ഞെട്ടിലോടെ അന്ന് പിറന്നാളാന്ന് മനസ്സിലാവണ. അപ്പൊ ഒരുപാട് സന്തോഷം. ആ ഉമ്മ കിട്ടിയപ്പോ തന്നെ എന്റെ പിറന്നാള് ശരിക്കും എനിക്ക് ആഘോഷമായി. ഇപ്പൊ രാവിലെ ഞങ്ങള് അമ്പലത്തില് സ്ഥിരമായിട്ട് ഇവിടെ പോണ അമ്പലത്തിലൊന്ന് പോയിട്ട് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ സോനു. അപ്പൊ നമുക്ക് ഇറങ്ങാം, അവിടെ വെച്ച് കാണാം. ശരി. അങ്ങനെ ഞങ്ങള് സ്ഥിരം വരാറുള്ള അമ്പലത്തിൽ വന്നിരിക്കുകയാണ്, പാട്ടുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൽ എത്തി. അധികം ആൾക്കാരൊന്നുമില്ല ക്ഷേത്രത്തില്. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് പോകാം, കയറിയിട്ട് ഇറങ്ങാം, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. എല്ലാവർക്കും വേണ്ടിയിട്ട്, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇനി കാണാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി, അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി നന്നായിട്ട് പ്രാർത്ഥിച്ചു. മനസ്സിന് ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാലോ സോനു? ഇന്ന് സോനുവിന് റെസ്റ്റ് കൊടുക്കാം. നമുക്ക് അന്ന് പുറത്തുനിന്ന് കഴിക്കാം രാവിലെ ഉച്ചക്കൊക്കെ കേട്ടോ. കേക്ക് മേടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം കഴിക്കാൻ പോവാം. നമ്മുടെ അളകാപ്പുരിയിൽ തന്നെ പോവാം. അളകാപ്പുരി ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറന്റ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് അവിടെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ശരി. ഞങ്ങളങ്ങനെ അളകാപുരിയിൽ രാവിലെ കയറി ഫുഡ് കഴിക്കാനായിട്ട്. രാവിലെ ഇവിടെ സാധാരണ തുറക്കാറില്ല. അപ്പൊ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പോകുന്നു. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം വന്നിരുന്നത്. ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടപ്പോൾ വന്നിരുന്നത് ഇവിടെ തന്നെയാണ് അല്ലേ? ഞങ്ങൾ എന്ന് വന്നാലും ഇവിടെ തന്നെ ഇരിക്കുന്നു അല്ലേ? സ്പേസ് ഉണ്ടെങ്കിൽ ഇവിടെ കാലിയാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ഇവിടെയാണ് ആദ്യമായിട്ട് ഞങ്ങള് പരിചയപ്പെട്ട് വന്നിരുന്നത്, പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ അവിടെയും സോനു ഇവിടെയായിരുന്നു. പക്ഷെ ഇതേ സീറ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ശരി, എന്നാ കഴിച്ചിട്ട് കാണാം. നിങ്ങൾക്ക് കേക്കൊക്കെ മേടിക്കാനുള്ള. അങ്ങനെതാ ഞങ്ങളുടെ ഗീ റോസ്റ്റ് അല്ലേ? ഗീ റോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളപ്പോ കഴിക്കാൻ നോക്കുകയാണ് അല്ലേ? കഴിക്കാൻ കഴിച്ചു. ആ വെച്ചു. ഞങ്ങളങ്ങനെ കേക്ക് മേടിക്കാൻ വന്നതാണ്. ഇവിടെ കാക്കനാട് തന്നെ റോയൽ ബേക്കേഴ്സിലാണ് വന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ? മിഠായി ഒക്കെ മേടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് മധുരം തിന്നങ്ങ് ആറാട്ടാണ് മധുരത്തിന്റെ. കുഴപ്പമില്ല, ബർത്ത്ഡേ ഇല്ല, കുഴപ്പമില്ല. പോവാം. അപ്പൊ ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. പോയേക്കാം. ശരി. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നു. വീട്ടിൽ വന്ന് കയറി. നികേഷ് ചേട്ടന് ഒത്തിരി മെസ്സേജ് വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിന് ഇങ്ങനെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ്.
കണ്ടമാനം മെസ്സേജസ് വന്നിട്ടുണ്ട്. വിഷസ് ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട്, ഇപ്പൊ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ വിശ്വസാണ് ഞങ്ങളുടെ ലൈഫ്. നിങ്ങൾക്കറിയാലോ, വളരെ മാർജിനലൈസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടുമാണ്. അപ്പൊ ഈ ഒത്തിരി മെസ്സേജൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അതെ, ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കേക്ക്. ശരി, അപ്പൊ കാണാൻ. കേക്ക് സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് മുറിക്കാൻ നോക്കിയാലോ? Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Happy birthday to you. ഞങ്ങള് കേക്ക് മുറിച്ചു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയ ആ സമയത്തായിരുന്നു അന്നാ ബർത്ത്ഡേക്ക് വീട്ടുകാർക്ക് ഒപ്പം മുറിക്കായിരുന്നു. ഇതിപ്പോ ഞങ്ങള് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കുറെ കഴിച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങള്. വർത്താനൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അമ്മയൊക്കെ വിളിച്ചു. അമ്മയായിട്ടൊക്കെ കുറേ നേരം വർത്താനം പറഞ്ഞു. സോനുവിൻ്റെ അമ്മച്ചിയായിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഉച്ചയായി. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ ഇന്ന് സോനുവിന് റെസ്റ്റാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനും ഞങ്ങൾ അളകാപുരിയിൽ തന്നെയാണ് പോണത്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറന്റ് ആണ് അളകാപുരി. അതെ, നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സെയിം റെസ്റ്റോറന്റ്. അതെ, അപ്പൊ അവിടെ തന്നെയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് അങ്ങോട്ട്. ഇനി അവിടെ വെച്ചിട്ട് കാണാം. ശരി എന്നാ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ അളകാപുരി റെസ്റ്റോറന്റ് തൊട്ടപ്പുറത്താണ് സെന്റ് ഫ്രാൻസിസ് അസീസി ചർച്ച്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ ചർച്ചില്. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ കേറിയിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോണത്. അതെ, കേറി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചിട്ടായിരുന്നു. അതാ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണെങ്കിൽ കഴിച്ചിട്ട് കാണാം നമുക്ക്. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് കുറച്ച് നേരമായി. സോനു ഒരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലട പായസമാണ് സോനു ഉണ്ടാക്കിയുള്ളത്. എല്ലാം റെഡിമെയ്ഡ് മിക്സ് ആട്ടോ. എല്ലാം നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇതിപ്പോ റെഡിമെയ്ഡ് കിട്ടൂല, മിക്സ് എല്ലാം കൂടെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്നാലും ഉണ്ടാക്കി പാലടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ തരി കുടിച്ച് നോക്കി, കഴിച്ചു നോക്കി. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പാലട കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്നു. കഴിക്കാം. ഭയങ്കര മധുരല്ലേ? മധുര നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ
വീണ്ടും ഒരു പിറന്നാള് വന്നു. കഴിഞ്ഞ പിറന്നാളിന് നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ലേ, ബ്ലോഗ് ഇട്ടുണ്ടായിരുന്നു. അതെയാ, ആ സോനുവിന്റെ എന്റെ ഇട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ. നമ്മൾ മൂന്നാറ് പോയതായിരുന്നു ആ സമയത്ത് അല്ലേ. അപ്പൊ നമ്മൾ ഈ ചാനൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, പയ്യെ വല്ലപ്പോഴും ഇടുന്ന സമയം എന്നാലും ഇട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഒരു പിറന്നാള് വന്നു. അപ്പൊ നമ്മള് ഇട്ടു. പിറന്നാള് എന്ന് പറയുമ്പോ എന്റെ ജീവിതത്തില് എല്ലാ തീരുമാനങ്ങളും എൻ്റെ ലൈഫിൽ ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചില തീരുമാനങ്ങള് പാളിപ്പോയിട്ടുണ്ട്, ചില തീരുമാനങ്ങള് വിജയിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്കത് ആലോചിക്കുമ്പോൾ ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. കാരണം എല്ലാ തീരുമാനങ്ങളും എൻ്റെ തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഇതുവരെയുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് തീരുമാനം എന്ന് പറയുന്നത് സോനുവാണ്. സോനുവിന്റെ ഡിസിഷൻ ആണെന്ന് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും കുറച്ച് പരാജയങ്ങളും ഉണ്ടായിരുന്നു, പല ഡിസിഷൻസ് പാളിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എൻ്റെ ബുദ്ധി ഉറച്ച ആ സമയം മുതലുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ, ഇപ്പൊ എഡ്യൂക്കേഷൻ എടുത്താലും പ്രൊഫഷണൽ ഇതെടുത്താലും ഏതെടുത്താലും ഞാൻ തന്നെയാണ് തീരുമാനം എടുത്തുള്ളത്. എൻ്റെ ലൈഫിൽ ഇത് മതി, അതും മതി, ഇത് പ്രണയം, ഏതെടുത്താലും എൻ്റെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ സന്തോഷം. സോനുവിന്റെ തെരഞ്ഞെടുത്ത എന്റെ ജീവിത പങ്കാളി ആയിട്ട് സോനുവിനെ തെരഞ്ഞെടുത്തതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ മൈ ലൈഫ്. അപ്പൊ ദൈവത്തിന് അതിന് നന്ദി പറയുന്നു. പിന്നെ സോനു എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതോടെ കൂടി ഞങ്ങൾ നിർത്തൂല വീഡിയോ. ഇത് കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിയുണ്ട്, ഇന്ന് വൈകിട്ടോട് കയറണം. അപ്പൊ അങ്ങനെ ഇതിന്റെ അട മുഴുവൻ അത് സ്പൂൺ കൊണ്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഭയങ്കര മജ. ഇപ്പൊ വേറെ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പോ സോനുവിന്റെ വീട്ടില് അനിയന്റെ കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങള് അതിനു മുമ്പ് ഞങ്ങള് എന്റെ വീട്ടിലൊന്ന് പോകുന്നുണ്ട്. അതെയല്ലേ, നികേഷന്റെ വീട്ടിൽ പോകണ്ട, എന്റെ വീട്ടിലും പോകണ്ട. അപ്പൊ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോ ഇവിടെ നമ്മള് നിർത്തുകയാണ്. അപ്പൊ ഞങ്ങക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനി തന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ചാനൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അത് തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. വീഡിയോ കാണാം. വിഷ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇപ്പോഴും വിഷസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ പ്ലീസ് കീപ് ഡു സപ്പോർട്ട് അസ്. ലവ് യു ഓൾ. Bye. Bye. Bye.